നിങ്ങൾ ബീഫ് തിന്നാറുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരവെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ സംഘി അല്ലെങ്കിൽ നിങ്ങളൊരു BJP-കാരൻ എന്നാണ് ഈ മഹാൻ പറയുന്നത്. ഇവർ കൂട്ടുകാർക്കിടയിലുള്ള ഒരു ഫണ്ണാണ് പോലും ഈ BJP ബീഫ് തമാശ. ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാനൊന്ന് ശ്രമിക്കുക. കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു, ഈ ബീഫ് കഴിക്കാത്തവരെ നിങ്ങൾ ഇനി മുതൽ BJP-കാരൻ എന്ന് വിളിക്കത്തില്ല, കോൺഗ്രസ്സുകാരൻ എന്നേ വിളിക്കത്തുള്ളൂ. കാരണം വെറുതെ കൂട്ടുകാർക്കിടയ്ക്കുള്ള ഒരു ഫണ്ണായിട്ടല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വ്യക്തമായിട്ടുള്ള ഡേറ്റ സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി തരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഈ ഇക്ക പറഞ്ഞ എന്താണെന്നൊന്ന് കേട്ട് നോക്കാം. ഒരൊറ്റ കാര്യം ഒരാള് ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയാം. ഉള്ള BJP-കാരൻ അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് ഈ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. ഞങ്ങളെ കൂട്ടുകാരന്മാരുടെ എന്റെ പെരുമ്പാവൂർ എന്റെ കൂട്ടുകാരന്മാരുടെ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്. പിന്നെ പന്നിയിറച്ചില്ല വേവിക്കണം, നന്നായിട്ട് അതിൽ വര ഉണ്ടാവും. വര അത് വെന്താ മാത്രമേ വര കൂടും. നല്ല കപ്പയിട്ടിട്ട് പന്നിയോ ഒലത്തി കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നാളാ. അതാണ് പന്നിയിറച്ചി തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തിന്നില്ല. കാരണം നമ്മുടെ കിതാബിൽ ആ സാധനം എഴുതി വെച്ചിട്ടുണ്ട്, പന്നിയിറച്ചി കഴിക്കരുതേ മക്കളെന്ന്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അതായത് മതം തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തിയാണെന്ന് ഇതിൽ തെളിവ് വല്ലതും വേണോ? അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. നമ്മുടെ ഉദ്ദേശം വേറെയാണല്ലോ. അതായത് BJP അല്ല ഈ ഗോവധ നിരോധനം കൊണ്ടുവന്നത്, കോൺഗ്രസ് ആണെന്ന് സമർത്ഥിക്കുകയാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിനുശേഷം ഈ വിഷയത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ബാക്കി കൂടെ കേൾക്കാം. ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിൽ നിന്ന് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. ഇനി എന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞോളാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല. വന്ദേ മാതരം. ഞാൻ പ്രൗഡ് ടു സേ ഐ എം ഇന്ത്യൻ. ഇത് എന്റെ ഇന്ത്യയാണ്. ഇനി എന്നെ സുഡാപ്പിയാക്കിയാലും കുഴപ്പമില്ല, എന്നെ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഞങ്ങൾ തമ്മിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല, ഞങ്ങൾ ഒത്തൊരുമയുണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഘപരിവാറൊന്നും മതവിഭജിക്കാൻ നോക്കിയാലും ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ താമര. ഇതെവിടെ ഏത് വർഗീയത? BJP-ക്കാണ് പോലും RSS-നാണ് പോലും വർഗീയത. നമുക്ക് വർഗീയത എന്ന് പറയുന്ന സാധനം ഇല്ല, നമുക്ക് മതേതരത്വമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പുസ്തകം വലുത്, മറ്റുള്ളവരുടെ പുസ്തകം ചെറുത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം, വിശദമായിട്ട് പറയാം. അതിന് മുമ്പ് നമുക്ക് ബീഫിൻ്റെ കാര്യത്തിലേക്ക് വരാം. കോൺഗ്രസ് ആണ് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരണ്ടേ? അപ്പോൾ ഡേറ്റാസൊക്കെ ഞാൻ എടുത്തോട്ടെ. സുഹൃത്തെ, 1949 ആർട്ടിക്കിൾ 48 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോവധ നിരോധന നിയമം എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൊണ്ടുവന്നത്. ആരാണ് കൊണ്ടുവന്നത്? കോൺഗ്രസ്. ഓക്കെ, 1949. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസ് നടപ്പിലാക്കിയത്. അത് 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഈ ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP എന്നാണ് ഫോം ചെയ്തത്. BJP ഫോം ചെയ്തത് 1980. അപ്പോൾ ഈ ഗോവധ നിരോധന നിയമമൊക്കെ ഈ കൊണ്ടുവന്ന സമയത്ത് BJP ജനിച്ചിട്ട് പോലുമില്ല. അവിടെ തന്നെ താങ്കളുടെ വാദം പൊളിഞ്ഞേ. അതായത് BJP ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഗോവധ നിരോധന നിയമം, അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന ഗോവധ നിരോധന നിയമമാണ് താങ്കൾ BJP-യുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ തന്നെ പണിവാളിയെ. ഇനി കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമങ്ങൾ അവർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ വർഷങ്ങളിൽ നടപ്പാക്കി എന്നറിയണ്ടേ? ഒന്ന് വായിക്കാം. 1950 അസം, 1954 ഗുജറാത്ത്, 1955 ബീഹാർ, 1955 ഉത്തർപ്രദേശ്, 1955 പഞ്ചാബ്, 1958 തമിഴ്നാട്, 1959 മധ്യപ്രദേശ്, 1960 ഒഡീഷ, 1964 കർണാടക, 1968 പുതുച്ചേരി, 1976 മഹാരാഷ്ട്ര, 1977 ആന്ധ്രാപ്രദേശ്. ഏതാണ് ഒരു 10-15 സംസ്ഥാനങ്ങളിൽ ഇവരിത് നടപ്പിലാക്കി. അന്നൊന്നും BJP ഇവിടെ ഇല്ലേ, അത് മറക്കരുതും. ഇതിനുശേഷം BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ നിയമങ്ങൾ അങ്ങ് തുടർന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്തെല്ലാം രസകരമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. കാരണം എന്താണെന്നറിയോ? താങ്കൾ ഈ പറയുന്ന പോലെ ഇവിടെയൊന്നും പോത്തിറച്ചി കിട്ടാഴികയില്ല, ഇവിടെയെല്ലാം പോത്തിറച്ചി കിട്ടും എന്നുള്ളതാണ്. ഇതെല്ലാം ഗോവധ നിരോധന നിയമമാണ്. പശു, അതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും, ചില സംസ്ഥാനങ്ങളിൽ അത്ര സ്ട്രിക്റ്റ് ആണ്, ചില സംസ്ഥാനങ്ങളിൽ സ്ട്രിക്റ്റ് അല്ല. അതിനിടയ്ക്ക് ചില ലൂപ്പ് ഹോളുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അറക്കാം, അത് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. ഇനി താങ്കൾ പറഞ്ഞുവല്ലോ, ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഒരു ഫണ്ണാണ്. ബീഫ് കഴിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ BJP ആണോടാന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഒരു ഫണ്ണാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ താങ്കൾ ഇതിനിടയ്ക്ക് ഈ പന്നിയിറച്ചി കഴിക്കത്തില്ല, അത് ഞങ്ങളുടെ കിതാബിലുണ്ട്, അതുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഒരു ഫണ്ണും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഫണ്ണാകുമ്പോൾ നമുക്ക് എന്തും പറയാമല്ലോ. അതിന് മുമ്പായിട്ട് ആ ഭാഗം മാത്രമായിട്ടൊന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് തുടർന്ന് സംസാരിക്കാം. പിന്നെ പന്നിയിറച്ചില്ല വേവിക്കണം, നന്നായിട്ട് അതിൽ വര ഉണ്ടാവും. വര അത് വെന്താ മാത്രമേ വര കൂടും. നല്ല കപ്പയിട്ടിട്ട് പന്നിയോ ഒലത്തി കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നാളാ.
അത് തന്നെ, പന്നിയിറച്ചി തിന്നാൻ അതിയായ ആഗ്രഹമുണ്ട്, തിരിച്ചു കടിക്കാതെ എന്തും കഴിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ കിതാബിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കത്തില്ല. അവിടെയാണ് പ്രശ്നം സുഹൃത്തെ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങൾക്ക് പന്നിയിറച്ചി താല്പര്യമില്ല, ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മതം തലയ്ക്കകത്ത് അതുപോലെ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ? മതപുസ്തകത്തിൽ എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നവർ മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ളവരാണ് അല്ലേ? പിന്നെ താങ്കൾ ഈ പോത്തിറച്ചിയോട് ഭയങ്കര താല്പര്യമാണ്, ബീഫ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാർ ഇടയ്ക്ക് വരുന്നൊരു ഫണ്ണാണ്. അതായത് ചില ആൾക്കാർ, അതായത് ഈ കിതാബ് ഫോളോ ചെയ്യുന്ന ചില ആൾക്കാർ, അവർ പോത്തിറച്ചി കഴിച്ചെങ്കിൽ പോലും ഹലാൽ ഫുഡ് അല്ലെങ്കിൽ കഴിക്കത്തില്ല എന്ന് ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയ്ക്ക് ഒരു ഫണ്ണുണ്ട്. പക്ഷെ താങ്കൾ അങ്ങനെയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മറ്റു മതസ്ഥർ അറുത്ത് കഴിഞ്ഞാൽ ഇത് ഹലാലാകത്തില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ഒരു വ്യക്തി അറുത്തെങ്കിൽ മാത്രമേ ഉള്ളത് ഹലാലാകൂ എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ മറ്റൊരു വ്യക്തി അറുത്ത ആഹാരം പോത്തിറച്ചിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരമാണെങ്കിൽ പോലും അത് കഴിക്കത്തില്ല എന്നൊരു ധാരണ താങ്കൾക്കുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ മതേതരത്വക്കാരനായതുകൊണ്ട് മറ്റു ജാതിയിലോ മതത്തിലോ പെട്ട ഒരാളെ അർത്ഥമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ മാറ്റി വെക്കാറില്ല. പക്ഷെ പന്നിയിറച്ചിയുടെ കാര്യത്തിൽ മാത്രം നമുക്ക് പ്രശ്നമുള്ളൂ. ഹലാലാണെങ്കിലും അല്ലെങ്കിലും കഴിക്കും എന്നുമാണോ? പിന്നെ മറ്റൊരു കാര്യം കൂടെ, താങ്കൾ ഒരു മതവിശ്വാസിയാണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ഒരു മതവിശ്വാസി എന്ന നിലയ്ക്ക് മറ്റു മതങ്ങളെയും മറ്റു മതങ്ങളിലെ വിശ്വാസങ്ങളെയും താങ്കൾ ബഹുമാനിക്കുമല്ലോ. അത് തന്നെയല്ലേ അഭിപ്രായം അല്ലേ? അങ്ങനെ വരുമ്പോൾ താങ്കൾ സ്വാഭാവികമായിട്ടും ഹിന്ദു മതത്തെയും ഹിന്ദു വിശ്വാസത്തെയും അംഗീകരിക്കണം, ശരിയല്ലേ? അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമാണ് ഗോമാതാ സങ്കല്പം. അത് അവരുടെ വേദങ്ങളിലും ഉപനിഷത്തുകളും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് ഗോമാതാവ് എന്ന സങ്കല്പം. അപ്പോൾ താങ്കൾ അതിനെയും മാനിക്കണ്ടേ? അതായത് താങ്കളുടെ മതപുസ്തകത്തിൽ പന്നിയിറച്ചി കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നതുകൊണ്ട് താങ്കൾ കഴിക്കുന്നുമില്ല, താങ്കൾ അത് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഗോമാതാ സങ്കല്പം വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെയും ബഹുമാനിക്കണ്ടേ? പിന്നെ താങ്കൾ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഡയറക്റ്റ് ആക്രമിക്കാതെ അല്ലെങ്കിൽ ഡയറക്റ്റ് എതിർക്കാതെ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു വിശ്വാസത്തെ അത് RSSന്റെയും BJPയുടെയും വിശ്വാസമാക്കി മാറ്റുക. മനസ്സിലായോ? അപ്പം ഹിന്ദുവിനെ പിടിച്ച് RSSോ BJP ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്തും പറയാലോ. അതാണ് ഇവിടുത്തെ പരിപാടി. നേരിട്ട് ഹിന്ദു വിശ്വാസത്തെ ഇവർ ഒരു കാരണവശാലും എതിർക്കത്തില്ല. അത് അവരുടെ ഒരു തന്ത്രമാണ്. താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ കണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഹിന്ദു വിശ്വാസത്തെ എടുത്ത് RSSന്റെയോ BJPയുടെയോ വിശ്വാസമാക്കുക, അല്ലെങ്കിൽ അവനെ പിടിച്ച് സംഖ്യയാക്കുക, ഹിന്ദുവിനെ പിടിച്ച് സംഖ്യയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തും പറയാലോ. ഇതിനെയാണ് പച്ച മലയാളത്തിൽ ഉടായിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ താങ്കൾ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം താങ്കളുടെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹിന്ദു കൂട്ടുകാരുണ്ട്, ക്രിസ്ത്യൻ കൂട്ടുകാരുണ്ട്, എനിക്ക് മതേതരത്വമാണ് മുഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഞാൻ പൊതുവേ പറഞ്ഞാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ സംഘി കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഒരു ഫണ്ണാണിത്. ഭക്തിയേക്കാൾ കൂടുതൽ യുക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താങ്കൾ ഇത് കഴിക്കും. കാരണം താങ്കൾ തന്നെ പറഞ്ഞല്ലോ, കപ്പയായിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പുസ്തകം സമ്മതിക്കുന്നില്ല എന്ന്. അപ്പോൾ താങ്കളുടെ പുസ്തകമാണ് വലുതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ബഹുമാനിക്കണ്ടേ? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇത് BJPയുടെയോ RSSന്റെയോ നിലപാടല്ല, അത് ഹിന്ദുക്കളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ തപ്പാം. ഈ ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നത് ആർക്ക് വേണ്ടി? BJPക്ക് വേണ്ടിയിട്ടാണോ, RSSകാർക്ക് വേണ്ടിയിട്ടാണോ, അതോ ഹിന്ദുക്കളുടെ ആചാരപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഒന്ന് നോക്കുക. അപ്പം ഹിന്ദുക്കളുടെ ആചാരപരമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കണ്ടേ? താങ്കളൊരു മതവിശ്വാസിയല്ലേ? മറിച്ച് താങ്കളൊരു യുക്തിവാദിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അംഗീകരിക്കാം. അതായത് ഏത് മതത്തെയും വിമർശിക്കാം. അല്ലാതെ കണ്ട് ഒരു മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് മറ്റു മതത്തിലെ വിശ്വാസങ്ങളെ തള്ളിപ്പറയാന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. ഒരു മതത്തിന്റെ വിശ്വാസത്തെ എടുത്തിട്ട് RSSന്റെയോ BJPയുടെയോ തലയ്ക്കോട്ട് എടുത്ത് വെക്കുക, ശേഷം ഇതിനെ എതിർക്കുക. വാവ്, നൈസ് ഐഡിയ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പ്രൊപ്പഗണ്ട എന്നും പറയാം അല്ലേ? ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ പറയുന്നു, ഈ ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നത് ഹിന്ദുവിൻ്റെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഗോമാതാ സങ്കല്പം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത് കൊണ്ടുവന്നതെന്ന് ഞാൻ പറയുന്നു. ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചല്ല, താങ്കളുടെ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഒരു ഫണ്ട് അനുസരിച്ച് BJP RSSകാർ അവരുടെ പ്രൊപ്പഗണ്ട ഇവിടെ നടപ്പിലാക്കുന്നതാണ് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് എന്നുണ്ടെങ്കിൽ തെളിയിക്ക്. ഫണ്ണാണ് പോലും ഫണ്ണ്. ഓരോ കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് വരുന്ന വഴിയേ. അത് ഒരു തികഞ്ഞ മതവിശ്വാസിയാണ് ഈ പറയുന്നതെന്ന് ഓർത്തോണം. യുക്തിവാദിയാണെന്നുണ്ടെങ്കിൽ പോട്ടെ എന്നെങ്കിലും വെക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കിടയ്ക്കുള്ള ഈ ഫണ്ട് ഒന്ന് തിരുത്താൻ ശ്രമിക്കുക. എങ്ങനെയാണെന്നോ, എടാ കുഞ്ഞെ, നീ പോത്തിറച്ചി തിന്നുവാടാ? ഇല്ല ചേട്ടാ, കഴിക്കില്ലല്ലേ? അപ്പോൾ നീ ഹിന്ദുവാണോ എന്ന് ചോദിക്കാൻ ഇനി മടിയാണെന്നുണ്ടെങ്കിൽ നീ കോൺഗ്രസ്സുകാരനാണോ എന്നെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുക.